നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലവും ഒഴികെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഇതുവരെ 8 മരണം. 8 പേരെ കാണാതായി. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. വെള്ളമിറങ്ങി തുടങ്ങിയ റാന്നിയിലും ആറന്മുളയിലും ശുചീകരണം. വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും പലയിടത്തും വെള്ളക്കെട്ട്. കണ്ണൂരിലും പത്തനംതിട്ടയിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ദുരന്ത നിവാരണത്തിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് CPM. വികസിത ഭാരതത്തിനായി ശാരീരിക മാനസിക ക്ഷമതയുള്ള യുവത്വം അനിവാര്യമെന്ന് നശാമുക്തി യുവ 4 വികസിത് ഭാരത് സങ്കല്പ അഭിയാൻ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി. 10,000-ലേറെ കേന്ദ്രങ്ങളിൽ നിന്നും യുവാക്കൾ ഓൺലൈനായി പങ്കെടുത്തു. ചടങ്ങ് തത്സമയം വീക്ഷിച്ച് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. ഫരീദാബാദ് അമൃത ആശുപത്രിയിലെ ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കണ്ണൂരിൽ മുൻ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചുവെന്ന കേസിൽ തുടരന്വേഷണത്തിന് തീരുമാനം. സർക്കാർ തീരുമാനം. പ്രതികളായ KSU പ്രവർത്തകർ നൽകിയ പരാതിയിൽ SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും. ഉത്തരവ് നാളെ ഇറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതന്റെ അവധിയപേക്ഷയിൽ തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്കുണ്ടായത് ഗുരുതര വീഴ്ച. ഉത്തരവിറക്കിയത് വകുപ്പ് മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശം മറികടന്ന്. നാളെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. പഴയ സർക്കാരിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉദ്യോഗസ്ഥ സംവിധാനത്തിലുണ്ടെന്ന് മന്ത്രി K മുരളീധരൻ. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നടപടിക്ക് CPM ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടേക്കും. മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി അഡ്ഹോക് കമ്മിറ്റിക്കും ധാരണ. നടപടി രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും തോൽവിയും അന്വേഷിച്ച പാർട്ടി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ജന്തർ മന്ദറിലെ CJP സമരത്തിൽ ഭീകരർ നുഴഞ്ഞു കയറാൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നുവെന്ന് പോലീസ്. അറസ്റ്റിലായ ജെയ്ഷെ മുഹമ്മദ് അനുകൂലി ഹക്കീമിൽ നിന്നും നിർണായക വിവരം ലഭിച്ചതായി ബംഗാൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. 150 അക്കൗണ്ടുകൾ നിരീക്ഷണത്തിലെന്നും വിവരം. ഇറാന് നേരെ നടത്താനിരുന്ന വ്യോമാക്രമണം റദ്ദാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ്. സമാധാന കരാറിൽ ഏകദേശ ധാരണയെന്നും വിശദീകരണം. ട്രംപുമായി സംസാരിച്ച സൗദി കിരീടാവകാശി. ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഹമാസ് വെടിനിർത്തൽ സമ്മതിച്ച ശേഷവും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. അവസാന ദിനം. ഇന്ത്യയ്ക്ക് ജൂഡോയിലും ട്രാക്ക് സൈക്ലിംഗിലും മത്സരങ്ങൾ. മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. സമാപന ചടങ്ങുകൾ രാത്രി 1:30 മുതൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.